ഹായ് ഫ്രണ്ട്സ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP ഇതാണ് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയുടെ സ്ട്രെങ്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളുടെ മൊത്തം മാർക്കറ്റ് ക്യാപ്പും ഈ GDPയുമായി താരതമ്യം ചെയ്തുകൊണ്ട് മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോ കണ്ടെത്താറുണ്ട്. അപ്പോൾ ഇതിനെ ബുഫേ ഇൻഡിക്കേറ്റർ എന്നാണ് വിളിക്കാറുള്ളത്. 2023 ഡിസംബർ വരെയുള്ള ഇന്ത്യയുടെ ഒരു മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 124% ആയിരുന്നു. അപ്പോൾ ജൂൺ 2024 ആയപ്പോഴേക്കും അത് 136 ഉയർന്നിരുന്നു. അപ്പോൾ 100% മുകളിൽ അത് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു മോഡസ്റ്റ്ലി ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓവർ വാല്യൂഡ് ആകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആകുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ മാർക്കറ്റ് അതിൻ്റെ ശരിയായ വാല്യുവേഷനിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണം കണ്ടെത്തുകയും മാർക്കറ്റ് താഴോട്ടേക്ക് ഫോളോ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെറിയ തോതിൽ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ സ്റ്റോക്കുകളിലും സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിൽ നിന്നും നല്ല തോതിൽ സ്റ്റോക്ക് കുതിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓവർ വാല്യൂഡ് ആകാറുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ ശരിയായ ഇൻട്രിൻസിക് വാല്യൂവിലേക്ക് തിരിച്ചു വരാറുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ഇന്ത്യയുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യുവേഷൻ ഓവർ വാല്യൂഡ് അല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അതിനവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുകളിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് മാർജിൻ അത് വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓവർ വാല്യുവേഷൻ ഒരു ഇഷ്യൂ അല്ല എന്നും അത്രയധികം ഓവർ വാല്യൂഡ് ആയിട്ടില്ല എന്നുമാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അതെന്തായാലും ശരി, നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച 5 ട്രേഡിംഗ് ഡേയിൽ ഏകദേശം 5% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് പല സ്റ്റോക്കുകളും താഴോട്ടേക്ക് വന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് CDSL ആണ്. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് CDSL. അപ്പോൾ വരാൻ പോകുന്ന ഈ റെഗുലേറ്ററി ചേഞ്ചസിനെ നേരിടാനും അപ്പോൾ കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലേക്ക് പോകാനും സജ്ജമായിട്ട് നിൽക്കുകയാണ് CDSL. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഈ സ്റ്റോക്ക് ഏകദേശം -6% കറക്റ്റ് ചെയ്തിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ ഹൈ പ്രൈസ് 1664 വരെ പോയിട്ടുണ്ട്. അവിടെ നിന്നിപ്പോൾ അതിൻ്റെ ആ ഒരു ഹൈയിൽ നിന്ന് 17% അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE നമ്മൾ നോക്കുകയാണെങ്കിൽ 59.9 ആണ്. ഇൻഡസ്ട്രി PE 62.1 ആണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്കിനെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം. കാരണം അതിൻ്റെ സെക്ടർ PEയിലേക്കാൾ താഴെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫണ്ടമെൻ്റ് ഒരു കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്കാണ്. ROE കഴിഞ്ഞ 3 ഇയേഴ്സിൻ്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ 28% ആണ്. ROC 3 ഇയേഴ്സ് ആവറേജ് 36% ആണ്. സെയിൽസ് ഗ്രോത്ത് 3 ഇയേഴ്സിൻ്റെ ആവറേജ് 33% ആണ്. പ്രോഫിറ്റ് ഗ്രോത്ത് 3 ഇയേഴ്സിൻ്റെത് 27% ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 59 എന്നുള്ള PEയേക്കാൾ ഗ്രോത്ത് ഈ സ്റ്റോക്കിലുണ്ട്. ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരമാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് 104% റിട്ടേൺ നൽകിയിരുന്നു. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ 14% ഉണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 24% ഉണ്ട്. അപ്പോൾ ബഹുദൂരം മുന്നോട്ടേക്ക് പോകേണ്ട ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഈ ഒരു സ്റ്റോക്ക് നമ്മളെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനിയും ഈ സ്റ്റോക്കിൽ ഡിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചു തുടങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ് CDSL. ഇവിടെ രണ്ടാമത്തെ സ്റ്റോക്ക് ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ് ആണ്. എയർ പ്യൂരിഫയേഴ്സ്, എയർ കൂളേഴ്സ്, വാട്ടർ പ്യൂരിഫയേഴ്സ്, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറിങ് നടത്തുന്ന ഈ കമ്പനി 14% ഒരു മാർക്കറ്റ് ഷെയറാണ് നിലവിൽ അതിനുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു കോൺകോളിൽ പറയുന്നത് ഏകദേശം ഓരോ വർഷവും 15% CAGR ഗ്രോത്തിലൂടെ അടുത്ത പല വർഷങ്ങളിൽ ഇത് മുന്നോട്ട് പോകുമെന്നാണ്. കൂടാതെ ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ അത് US, യൂറോപ്പ് പോലെയുള്ള വിദേശ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാനിലൂടെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആണ്. കാരണം എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിൻ്റെ ഗോൾഡൻ പീരീഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ചൈനയെ 2045 ഇന്ത്യ ഈ ഒരു മാർക്കറ്റിൽ ഓവർകം ചെയ്യുമെന്നാണ് പൊതുവെ ഉള്ള ഒരു പ്രഡിക്ഷൻ. അപ്പോൾ ആ ഒരു ഗ്രോത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്ന ഒരു സ്റ്റോക്കായിരിക്കും ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക്. കഴിഞ്ഞ ആഴ്ച ആ ഒരു 5 ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് ഏകദേശം 3% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ഹൈ 2200 വരെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ താഴെ വന്ന് ഏകദേശം 6% മുകളിൽ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്ത് തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത് എങ്കിലും ഇതിൻ്റെ PE റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 84 കാണുക. പക്ഷേ ഇൻഡസ്ട്രി PE
108 എന്നുള്ള മാസീവ് ഇൻഡസ്ട്രി പി ആണ്. അതിനോട് എത്രയോ താഴെയാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്. ഇതിൻ്റെ 3 ഇയേഴ്സിൻ്റെ ആവറേജ് ROE 21%, 3 ഇയേഴ്സ് ആവറേജ് ROCE 23%. സെയിൽസ് ഗ്രോത്ത് ആവറേജ് 3 ഇയേഴ്സിൻ്റെ 31%, പ്രോഫിറ്റ് ഗ്രോത്ത് 3 ഇയേഴ്സ് ആവറേജ് 77%. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് 136% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 17% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 23% ഹോൾഡിങ്ങും ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ് കാണാൻ കഴിയുന്നത്. മാർക്കറ്റ് കറക്ഷനിൽ ഈ സ്റ്റോക്ക് നമുക്ക് ഡിപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണെന്നാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കിയാലും അതിൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്ടസ് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് കെഫിൻ ടെക്നോളജീസ് ആണ്. ഇതൊരു ലീഡിംഗ് ടെക്നോളജി ഡ്രിവൺ ഫൈനാൻഷ്യൽ സർവീസസ് പ്ലാറ്റ്ഫോമാണ്. അതായത് അസറ്റ് മാനേജേഴ്സിനും പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് അതുപോലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവർക്ക് ആവശ്യമുള്ള ഏത് അസറ്റ് ക്ലാസ്സിലുള്ള കമ്പനികളായാലും അവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ ആ ഒരു ഇൻവെസ്റ്റർ സൊല്യൂഷൻസ് മലേഷ്യ, ഫിലിപ്പീൻസ്, ഹോങ്കോങ് പോലുള്ള രാജ്യങ്ങളിലും വ്യാപിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള സിപ്പ്, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ആ ഒരു ഇൻഫ്ലോ, അതുപോലെ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള എക്സ്പാൻഷൻ 32% എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് കെഫിൻ ടെക്നോളജീസ്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും ടെക്നോളജി ട്രാൻസ്ഫോർമേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. കൂടാതെ ജോഗ്രഫിക്കൽ എക്സ്പാൻഷനും ഈ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോ ഏഴേണ്ട ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള കറക്ഷൻ ഏകദേശം 3% അടുത്താണ്. 1189 എന്നുള്ള ഹൈയിൽ നിന്നും ഇപ്പോൾ 14% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE 64 ഇൻഡസ്ട്രി PE ഏകദേശം അതേ ലെവലിലാണ്, 62.1 എന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ ഈ ROE കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് 26% ആണ്, ROCE 31% ആണ്. അതുപോലെ സെയിൽസ് ഗ്രോത്ത് 3 ഇയേഴ്സ് ആവറേജ് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 79% ആണ്. കഴിഞ്ഞ ഒരു വർഷം 119% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 22% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 21% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ് കെഫിൻ ടെക്നോളജീസ്. പ്രത്യേകിച്ച് ഒരു ഫ്യൂച്ചർ ഇന്ത്യയിൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു മൊമെൻറ്റം, അതിൻ്റെ ഒരു ഗുണഭോക്താകാൻ പോകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് കെഫിൻ ടെക്നോളജീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള 3 സ്റ്റോക്കുകൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠനം നടത്തുക, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഇനിയും കറക്ഷൻ ഈ സ്റ്റോക്കിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയാണ്. കാരണം ഇതൊക്കെ ഇപ്പോൾ തന്നെ ഈ സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഈ സ്റ്റോക്കിൻ്റെ ഈ 3 സ്റ്റോക്കുകളുടെ പ്രത്യേകതയായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.